1767 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതും ഇന്ത്യയിലെ തന്നെ എസ്റ്റേറ്റുകളുടെ ചരിത്രത്തിന്റെ ഭാഗവുമായ അഞ്ചരക്കണ്ടിയിലെ 300ഓളം ഏക്കർ കറുപ്പത്തോട്ടത്തിന്റെ രേഖകളിലാണ് കൃത്രിമം കണ്ടെത്തിയത്. എസ്റ്റേറ്റ് എന്ന തരം ഗാർഡൻ എന്നാക്കി തിരുത്തിയാണ് കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയായ അബ്ദുൽ ജബ്ബാർ ഹാജി സ്വന്തമാക്കിയതെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഭൂപരിഷ്കരണ നിയമപ്രകാരം മുറിച്ചു വിൽക്കാനോ നിർമ്മാണങ്ങൾ നടത്താനോ പാടില്ലാത്ത ഭൂമിയാണ് എസ്റ്റേറ്റ്. എന്നാൽ ഗാർഡൻ പദവിയുള്ള ഭൂമി മുറിച്ചു വിൽക്കാം, അതിൽ നിർമ്മാണങ്ങളും നടത്താം. ഈ പഴുതുപയോഗിച്ച് ജബ്ബാർ ഹാജി സ്വന്തമാക്കിയ കറുപ്പത്തോട്ടത്തിൽ നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോട്ടലുകളും റിസോർട്ടുകളും പണിതു. മാത്രമല്ല 1897 നിർമ്മിച്ച ചരിത്ര സ്മാരകമായ ബംഗ്ലാവ് പൊളിക്കുകയും ചെയ്തു. എസ്റ്റേറ്റ് ഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പക്ഷം അത് മിച്ചഭൂമിയായി സർക്കാരിലേക്ക് നിക്ഷിപ്തമാകുമെന്നാണ് നിയമം. ഈ ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം അത് ഗവൺമെൻറ് മിച്ചഭൂമിയായി മാറുകയാണ്. ആ രേഖയിൽ തിരിമറി നടത്തുന്നു. ഇത് രേഖ വ്യാജമാക്കുകയാണ്. അതായത് മറ്റൊരാൾക്കും മുക്തിയാർ നൽകിയിൽ പാർട്ടീഷനായിട്ട് വിൽക്കുകയാണ്. എസ്റ്റേറ്റ് ആകുമ്പം എത്രയും നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. പക്ഷേ ഗാർഡനായി മാറുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എന്താവുന്നു, ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകണം എന്നുള്ളതാണ്. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ, വില്ലേജ് ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ ഒത്താശയോടെയാണ് ഈ കൃത്രിമങ്ങൾ നടത്തിയതെന്നും വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എസ്റ്റേറ്റ് ഉടമകളായ സുരേഷ് മൈക്കിൾ, നിർമ്മല മൈക്കിൾ എന്നിവരിൽ നിന്ന് 2000 കാരന്തൂർ മർക്കസ് സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് കറുപ്പത്തോട്ടം വിലക്ക് വാങ്ങിയത്. 1,62 ലക്ഷം രൂപയ്ക്കായിരുന്നു ഇടപാട്. തുടർന്ന് മുക്തിയാർ വഴിയാണ് ജബ്ബാർ ഹാജി സ്വത്തിൽ അവകാശം സ്ഥാപിക്കുന്നതും എസ്റ്റേറ്റ് എന്ന ഭൂമിയുടെ തരം ഗാർഡൻ ആക്കി മാറ്റിയെടുക്കുന്നതും. ഇത്തരത്തിൽ തട്ടിപ്പിന്റെ ഒരു പരമ്പര തന്നെയാണ് അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടത്തിൽ നടന്നിട്ടുള്ളത്. ക്യാമറാമാൻ M പ്രതീഷിനും അരുൺ കിഷോറിനുമൊപ്പം അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടത്തിൽ നിന്നും CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.